എല്ലാവർക്കും പുതിയ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീജഗണിത രീതിയെക്കുറിച്ചാണ്. ബീജഗണിത രീതി ഉപയോഗിച്ച് നമ്മൾ ഒരു ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ നമുക്ക് ലഭിക്കും? ഒരു സമവാക്യം പരിഹരിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, ഇല്ലേ? പിന്നെ ഒരു പ്രശ്നത്തെ എന്ത് ചെയ്യുന്നു? ഒരു സമവാക്യ രൂപത്തിൽ മാറ്റാൻ കഴിയും. ഉത്തരങ്ങൾ ലഭിച്ചോ, എത്രത്തോളം അത് ശരിയാണെന്ന് കണ്ടെത്താൻ നമുക്ക് പറ്റും. എന്താണ് ഒരു സമവാക്യം എന്നതുകൊണ്ടുള്ള അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. ഇവയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ബീജഗണിത രീതി ഉപയോഗിച്ച് സമവാക്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. എന്താണ് സമവാക്യം എന്ന് അറിയാമോ? എങ്ങനെയാണ് ഒരു സമവാക്യം രൂപീകരിക്കുന്നത്? സമവാക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുല്യമായ രണ്ട് കാര്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഗണിത പ്രസ്താവനയാണ്. നമുക്ക് ഒരു സമവാക്യം രൂപീകരിക്കുന്നതിന് എന്തൊക്കെ ആവശ്യമാണ്? ഒന്നോ അതിലധികമോ അജ്ഞാത സംഖ്യകൾ ആവശ്യമാണ്. എന്താണ് നമുക്ക് ബീജഗണിതമെന്ന് നോക്കാം. ഒന്നോ അതിലധികമോ അജ്ഞാത സംഖ്യകൾ ഉപയോഗിച്ച് എഴുതുന്ന സമവാക്യത്തെയാണ് ബീജഗണിതമെന്ന് പറയുന്നത്. ഒരു പ്രശ്നത്തെ എളുപ്പത്തിൽ പരിഹരിക്കാൻ ബീജഗണിത രീതി നമുക്ക് ഉപയോഗിക്കാം. ബീജഗണിത രീതി ഉപയോഗിച്ച് ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. എക്സ് അധികം 5 സമം 10 ആണെങ്കിൽ എക്സിൻ്റെ വില കാണുക. അതാണ് ചോദ്യം. ഇവിടെ എക്സിനെ 5 കൊണ്ട് കൂട്ടിയപ്പോൾ 10 എന്ന സംഖ്യ കിട്ടി. എങ്കിൽ എക്സിൻ്റെ വില കാണാനാണ് പറഞ്ഞേക്കുന്നത്. എങ്കിൽ എക്സ് എത്രയായിരിക്കും? 10 - 5 സമം 5. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം ചെയ്താലോ? എക്സ് മൈനസ് 5 = 3 ആണെങ്കിൽ എക്സിൻ്റെ വില കാണണം. അതായത് ഇവിടെ എക്സിനെ 5 കൊണ്ട് കുറച്ചപ്പോൾ 3 കിട്ടി. എങ്കിൽ എക്സിൻ്റെ വില കാണാനാണ് പറഞ്ഞേക്കുന്നത്. എങ്കിൽ എക്സ് എത്രയായിരിക്കും? എക്സ് സമം 3 + 5. അതെത്രയായിരിക്കും? 8 അല്ലേ? ഇതുപോലെ ചെയ്യുന്ന വേറൊരു ടൈപ്പ് ചോദ്യം നോക്കിയാലോ? 3x സമം 12 ആണെങ്കിൽ എക്സിൻ്റെ വില കാണുക. അതാണ് ചോദ്യം. അതായത് ഏതോ ഒരു സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 12 കിട്ടി. എങ്കിൽ സംഖ്യ എത്ര? അതിന് പകരം നമ്മൾ ബീജഗണിത രീതിയിലാണ് ഇത് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും? എക്സ് ഇട്ടല്ലേ? അപ്പോൾ എക്സ് സമം എത്രയെന്ന് വരും? 3x സമം 12 ആണ്. അപ്പോൾ എക്സ് സമം 12/3. എക്സ് സമം 4. ഇതുപോലെ ചെയ്യുന്ന വേറൊരു ടൈപ്പ് ചോദ്യം നോക്കിയാലോ? x/4 = 6 ആണെങ്കിൽ എക്സിൻ്റെ വില കാണുക. അതാണ് ചോദ്യം. അതായത് എക്സിന് അല്ലെങ്കിൽ ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ 6 എന്ന സംഖ്യ കിട്ടി. എങ്കിൽ എക്സ് എത്ര? എങ്ങനെ കാണാം? എക്സിനെ 4 കൊണ്ട് ഹരിച്ചപ്പോഴാണ് 6 കിട്ടിയത്. എങ്കിൽ എക്സ് കാണാൻ 6 കൊണ്ട് 4 എന്ത് ചെയ്യും? ഗുണിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എത്രയാണ്? എക്സ് സമം 24. ബീജഗണിത രീതി ഉപയോഗിച്ച് ചെയ്യുന്ന വേറൊരു ചോദ്യം നോക്കിയാലോ? ഇതിൽ ഒന്നോ അതിലധികമോ സംഖ്യകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം 2x + 3 സമം 11 ആണെങ്കിൽ എക്സിൻ്റെ വില കാണാനാണ് ചോദ്യം. അതായത് എക്സിനെ അല്ലെങ്കിൽ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ച് 3 കൊണ്ട് കൂട്ടിയപ്പോൾ 11 കിട്ടി. എങ്കിൽ സംഖ്യ എത്ര? അല്ലെങ്കിൽ എക്സ് എത്ര? എങ്ങനെ കാണാം? 2x എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11 - 3 അല്ലേ? അപ്പോൾ 2x എത്രയായിരിക്കും? 8. എങ്കിൽ എക്സ് എത്രയായിരിക്കും? 8/2 സമം 4. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ബീജഗണിത രീതിയിൽ ഒരു സമവാക്യം പരിഹരിക്കാൻ എളുപ്പത്തിൽ കഴിയുമെന്ന്? ഒരു ചോദ്യം നൽകിയാൽ അതിനെ സമവാക്യ രൂപത്തിലാക്കി പരിഹരിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതിനെക്കുറിച്ച്? ഇനിയും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നൽകിയാൽ ചെയ്യാൻ കഴിയുമല്ലോ. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന സമവാക്യങ്ങൾ നിർമ്മിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമോ? പുതിയ
സമവാക്യങ്ങൾ നിർമ്മിച്ച് അതിന് പരിഹാരം കണ്ടെത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത്രയും നേരം നമ്മൾ ചെയ്ത ചോദ്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുട്ടികളെ, നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഹോംവർക്കായിട്ടൊരു ചോദ്യം ചെയ്താലോ? ഒരു പേനയുടെ വില പെൻസിലിൻ്റെ വിലയേക്കാൾ 2 രൂപ കൂടുതലാണ്. ആകെ 20 രൂപ ചിലവായെങ്കിൽ പേനയുടെ വില എത്ര, പെൻസിലിൻ്റെ വില എത്ര? നിങ്ങൾ ഇതുപോലെ ഒരുപാട് സമവാക്യങ്ങൾ നിർമ്മിച്ച് ഉത്തരങ്ങൾ പരിഹരിച്ച് പഠിക്കുമല്ലോ. വീണ്ടും വീണ്ടും ആ ഒരു രീതി പഠിച്ചാൽ മാത്രമേ ബീജഗണിത രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ നൽകുമ്പോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി കാണാം. നന്ദി, നമസ്കാരം.